വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ജിൻഡോയ്ക്കാണ് സാധ്യത, അല്ല ജാസ്മിനാണോ സാധ്യത, അല്ലെങ്കിൽ അഭിഷേകിനാണോ, അർജുനാണോ, ഋഷിക്കാണോ, ആർക്കാണ്? അവർക്കൊക്കെ ഏതർത്ഥത്തിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, റീപ്ലേ ചെയ്ത് നോക്ക് അവർ കളിച്ച ഗെയിം. ഹായ്, നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 അതിപ്പോ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇനി ആരായിരിക്കും അതിൽ വിജയിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും കണ്ണും കാതും അർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത്. ഇപ്പോ നമ്മോടൊപ്പം ചേരുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് പ്രവചനങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായ സ്വാമി സുദർശൻ സ്വാമി ഈ ബിഗ് ബോസിലെ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് മുൻപത്തെ സീസണിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം. നമ്മളുടെ ബിഗ് ബോസ് എന്നുള്ള ആ മഹാ പ്രോഗ്രാം ഏഷ്യാനെറ്റിലേക്ക് ഇപ്പോൾ ഏതാണ്ടൊരു സമാപനമായിക്കൊണ്ടിരിക്കുകയാണ്. കേവലം നിസ്സാര ദിവസങ്ങൾ മാത്രം, 2-3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബിഗ് ബോസ് കാണിച്ച മഹാമാരകമായ അതിതീവ്രമായ ഒരു ക്രൂരത, അത് ഇത്രയും നാൾ, ഈ 1 മുതൽ ഇത്രയും നാൾ ഏതാണ്ട് 96-94 ദിവസം, 95 ദിവസത്തോളം ആയി ഇപ്പോഴും മുടങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ മൃഗീയമായ ക്രൂരത നിറഞ്ഞ ഒരു മനോഭാവമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഒന്ന് ബിഗ് ബോസ് മനസ്സിലാക്കണം, ഈ വന്നിരിക്കുന്ന ഈ മത്സരാർത്ഥികൾ ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളും ഒരുപാട് മനക്കോട്ട കെട്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. പലർക്കും ഈ ട്രോഫി കൊണ്ടുപോകണമെന്നുള്ളത്, അതാർക്കും ഒരാൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത് അവർക്കും അറിയാം, നമ്മൾക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ മാരകമായ ഒരു പോയിസൺ, ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു പ്രേരണ എന്ന് വേണം പറയാൻ. കാരണം ശ്രീതു എന്ന് പറഞ്ഞ ഒരു തമിഴ് കുട്ടി ഈ ഗെയിം തുടങ്ങിയ കാലം മുതൽ നാളിതുവരെയും അത് ചെയ്ത തെറ്റെന്താണ്, അത് എവിടെയാണ് റോങ് കളി കളിച്ചത്, എന്താണ് നിങ്ങളുടെ വിഷയം, നിങ്ങൾ കാണിച്ചിരിക്കുന്ന എന്താണ്? പൊതുജനങ്ങൾ പറയട്ടെ. ശ്രീതു എന്ന് പറഞ്ഞ ആ തമിഴ് പെൺകുട്ടി എന്ത് റോങ് കളി കളിച്ചു? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഈ ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഞാനൊരു പൊതുജനത്തിൽ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. പറഞ്ഞു മനസ്സിലാവുന്നു? അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? മറിച്ച് മോശമായ സന്ദേശങ്ങൾ മാത്രം വാരിക്കോരി വിതറിയ ഒരു മറ്റേ അവളുടെ എന്താ പേരെന്താ, ജാസ്മിൻ. ആ ജാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടി മോശമായ സന്ദേശങ്ങൾ മാത്രമാണ് വാരി വിതറിയിട്ടുള്ളത്, അല്ലെ? ഒരു കുട്ടി ഞങ്ങൾ ഇരുന്ന സമയത്ത് ഞങ്ങളൊരു കാര്യത്തിനോട് ഇരുന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് കാലാട്ടുന്നു, ഇങ്ങനെ ഇരുന്ന് ഞാൻ വെച്ച് മോളെ കാലാട്ടാതെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ തള്ള അനയം തന്തയെ ശാസിച്ചു. അപ്പൊ ആ കൊച്ചു പറഞ്ഞു, അതിനെ എന്റെ 3-4 വയസ്സുള്ള കൊച്ചു പറഞ്ഞു, അത് പിന്നെ ജാസ്മിൻ ആന്റി ഇങ്ങനെ ആക്കുന്നതാ. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്, സത്യമായ കാര്യമാണ്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഏതെങ്കിലും നല്ല സന്ദേശം കൊടുക്കുമ്പോൾ അത് അതിൻ്റെതായിരിക്കണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ ജിൻഡോയെ നിങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്നും നിങ്ങളുടെ മനസ്സിലുള്ള മനക്കോട്ടകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നല്ലതുപോലെ വ്യക്തമായിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായി? ഈ യഥാർത്ഥത്തിലും പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടെടുത്തോളം ഒരു നല്ലതായ ജനങ്ങൾക്ക് പ്രയോജനപരമായ ഒരു നല്ല സന്ദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ട്രോഫി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പറയാൻ മനസ്സിലായേ? ജിൻഡോയുടെ ഭാഗത്തുനിന്ന് അന്നും ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നു, മഹത്തരമായ ഒരു ഗെയിം കളിച്ച ഒരു കഠിനാധ്വാനിയായ ഒരു യുവാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്താനും പാടില്ല. കാരണം അതൊരു മോശമായ സന്ദേശം ജനങ്ങളുടെ ഇടയിലെത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെ ലാഘ് വരുത്തിയിട്ടുള്ള, അതായത് ഒന്നിനും പ്രതികരണ ശേഷിയോ അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയോ ഒന്നുമില്ലാത്ത എത്രയോ ഗെയിമർ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. 1 മുതൽ ഇതുവരെ ഔട്ടാവാൻ നിൽപ്പുണ്ട്. പ്രതികരണ ശേഷി വേണം. പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അർജുൻ എന്ന് പറഞ്ഞ പയ്യൻ എപ്പോഴെങ്കിലും ഒരു ഒരു പ്രതിരോധ ശേഷി ഉണ്ടാക്കിയിട്ടുണ്ടോ? ബാക്കി അതേക്കണക്കിന് അഭിഷേക് അല്ലേ അങ്ങനെയല്ലേ ഋഷി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിരോധ ശക്തി ഇവർക്കുണ്ട്? എന്തിനും പ്രതിരോധിക്കുക അല്ലെ പ്രതികരിക്കുക. എവിടെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ശരിയായ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രതിരോധ ശേഷി അവരിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരു ഗെയിം ആയിരിക്കാം, പക്ഷെ പൊതുജനങ്ങൾക്ക് ഇതൊരു പാഠവും കൂടാണ്. മനസ്സിലേ?
അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കാണിച്ചിരിക്കുന്ന എന്താണ്, നിങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ബിഗ് ബോസിന്റെ നിങ്ങൾക്കൊരു ശക്തിക്ക് പറഞ്ഞൊരു ശക്തമായ ഒരു ഭയപ്പാട് നിങ്ങളുടെ ഈ പ്രോഗ്രാം അടുത്ത സീസണിൽ വിജയിക്കത്തില്ല എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മഹാനായ ഒരു കഴിവുറ്റ ഡയറക്ടർ ജിത്തു ജോസഫ് അല്ലെ, എന്നിട്ട് ആന്റണി പെരുമ്പാവൂർ, മോഹൻലാലിന്റെ സുഹൃത്തുക്കളായ രണ്ട് വ്യക്തികൾ അല്ലെ, ഒരാൾ ഡ്രൈവറും ഇപ്പൊ അദ്ദേഹത്തിന് വളരെ ക്ലോസ് ഫ്രണ്ടുമായിട്ട് നിൽക്കുന്ന അവര് രണ്ടുപേരും മഹത്തരമായ വ്യക്തികളെ ഈ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം ചാൻസുകൾ കിട്ടും എന്നുള്ളൊരു ഇത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഉദ്ദേശം. അത് നമുക്ക് മനസ്സിലായി. പിന്നെ മാത്രമല്ല ഇപ്പം എന്താണ് നിങ്ങൾ കാണിച്ചത്, നിങ്ങൾ ഈ കുടുംബത്തിന്റെ ഉള്ള ആൾക്കാരെ മൊത്തം ഇതിനകത്ത് കയറ്റിക്കൊണ്ട് വരുന്നത് ഞാൻ മുമ്പൊരു വീട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇതിനകത്തുനിന്ന് ഔട്ടായി പോയി കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെ നിങ്ങൾ ഇതിനകത്ത് ഒരു അമേരിക്കൻ സിനിമയുണ്ട്, തമിഴ് സിനിമയുണ്ട്. തമിഴ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGRന്റെ ആരെങ്കിലും അടിക്കത്തൊഴിക്കുക ചെയ്യുന്ന അപ്പം ആ സ്ക്രീൻ കത്തിക്കും, അല്ലെങ്കിൽ ചെരുപ്പെടുത്തെറിഞ്ഞ് നശിപ്പിക്കും ഇല്ലേ. എന്നിട്ട് കാണിക്കുന്ന എന്താണ്, അമേരിക്കൻ സിനിമയിൽ എന്താണ്, ആദ്യത്തെ നായകനോ എല്ലാവരൊക്കെ മരിച്ച് അവസാനം അവരെ പുഞ്ചിരിയോടുകൂടി അവർ നിൽക്കുന്ന രീതിയെ കാണി. അതൊക്കെ പണ്ടുള്ള അവിടെ ഹോളിവുഡ് സിനിമകളൊക്കെ കാണണം. അപ്പൊ സത്യമായി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അവസാന നിമിഷം കൊണ്ടുവന്നിട്ട് ഈ ആൾക്കാരെ ഔട്ടായി പോയ ആൾക്കാരെ എല്ലാവരും നിങ്ങൾ കൊണ്ടുവരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും ഇതിനകത്ത് പ്രസന്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ പുറത്ത് പോയിട്ടുള്ള ആൾക്കാര് ഈ അകത്ത് വന്നിട്ട് അവർക്ക് വേണ്ടുന്ന പല നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ്. ഇന്നലെ ജാസ്മിൻ എന്താണ് കാണിച്ചത്, മറ്റേ പിന്നെ അവളെ അതായത് പ്രേമം പഠിപ്പിച്ചും കൊണ്ടിരുന്ന രണ്ടുപേരാണല്ലോ, മറ്റേ അവളെ ഏറ്റവും അടുത്ത് ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന അതിന്റെ പേര് ജബ്രി വന്നപ്പോൾ എന്തൊക്കെ നാടകങ്ങൾ അവിടെ കണ്ടേ, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കണ്ടേ. ജബ്രി വീണ്ടും അതിനകത്ത് കൊണ്ടുപോകും. ശരി ആയിക്കോട്ടെ, ഒരുത്തനെ അടി കൊണ്ട് അടിച്ചു, ഇതൊക്കെ ഒരു സംഭവങ്ങളാണ്. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവരെ അടി കൊണ്ടതും രണ്ടുപേരെ ഒരുപോലെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ ആ ഒരു മനസ്സിലുണ്ടായ അന്നത്തെ ഒരു അവിവേകം അത് മാറ്റാനൊരു സംവിധാനം കൂടെ നിങ്ങൾ ചെയ്യണമായിരുന്നു. ശരിയല്ലേ? അപ്പൊ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇപ്പൊ അവശേഷിക്കുന്നതിന് 2-3 ദിവസമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയാണ്, പൊതുജനങ്ങളുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, നിങ്ങൾ ആലോചിച്ച് വേണം ഈ ട്രോഫി ആരുടെ കരങ്ങളിൽ കൊടുക്കാനെന്നുള്ളത്. മനസ്സിലായ? കാരണം വെച്ചാൽ ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. കാരണം വെച്ചാൽ പ്രതിരോധ ശക്തി, പ്രതികരണം ഇവയെല്ലാം ഉണ്ടാവുമ്പോഴാണ്, സത്യത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവുമ്പോഴാണ് ഒരു ശരിയായ രീതിയിൽ ഒരു മനുഷ്യനാവുന്നത്. മറിച്ച് ഇതൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ, ഇതൊന്നും ഇല്ലാതെ വെറുതെ അവിടെ ഉറങ്ങി ഇവിടെ ഉറങ്ങി എന്തൊരു ഒരു എവിടെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടോ? ഈ അർജുൻ നായൻ എവിടെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടോ? ഋഷി എന്ന് പറഞ്ഞ അഭിഷേക്, ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ എന്തെങ്കിലും ഒരു പ്രതിരോധം തീർക്കുക അല്ലെങ്കിൽ ഒരു പ്രതികരണ ശേഷി എന്തെങ്കിലും എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തൊരു ഈ ശ്രീതു എന്ന് പറഞ്ഞ പെൺകുട്ടി ഇത്രയും നിങ്ങൾ ഈ അന്തിമഘട്ടത്തിൽ കൊണ്ട് നിന്നോട് ഈ ക്രൂരത കാണിച്ച് ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ അവിടെ നിന്ന് വിട്ട് കാണത്തില്ലേ കുട്ടിയെ, അവിടെ കാണാം, ചിലപ്പോൾ അവിടെ കാണുമായിരിക്കാം. പക്ഷെ എന്നാലും അതൊരു വല്ലാത്ത ഒരു ക്രൂരതയായി പോയി.